വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. നാം നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു, മരണങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ട്. ഏതാണ്ട് 1000-ന് മുകളിൽ പേർക്ക് ഈ കോവിഡ് ബാധയുണ്ട് എന്ന സ്ഥിരീകരണമുണ്ട്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ രോഗബാധ കൂടുതലായതിനാൽ ജാഗ്രത വർദ്ധിപ്പിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും അനാവശ്യ ഭീതി വേണ്ടെന്നുമാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു കരുണാകരൻ ചേരുകയാണ്. വിഷ്ണു, കോവിഡ് വീണ്ടും ഒരു വരവ് ആശങ്ക ജനിപ്പിക്കുന്നു. കാരണം മരണങ്ങൾ ഉണ്ടാകുന്നു, ഒമൈക്രോൺ വകഭേദമാണ്, ഫാസ്റ്റായി സ്പ്രെഡ് ചെയ്യുന്ന വകഭേദമാണ്. ഇങ്ങനെയൊക്കെയുള്ള ആശങ്കയുണ്ട്. അപ്പോഴാണ് ഈ 1500 കടക്കുന്നു, അങ്ങനെ ഓരോ കണക്കുകൾ പഴയതുപോലെ വരുന്നത്. അപ്പോൾ ഒരു വലിയ ആശങ്ക ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും കൂടുതലാണ്. ഇന്ന് കേന്ദ്രമന്ത്രിയുമായുള്ള യോഗമുണ്ട്, കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള. കേരളം എന്ത് നിലപാടാണ് അവിടെ അറിയിക്കുക? എന്തൊക്കെ ക്രമീകരണങ്ങളാണ് വരുത്തുന്നത്? ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് അടക്കമുള്ള ജാഗ്രതകൾ വേണമോ? എന്തൊക്കെയാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പുതിയതായി? അജിംഷാദ്, കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കോവിഡ് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം. കോവിഡ് വലിയ രീതിയിലുള്ള വ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ ഒരു വിഷയം. പ്രധാനമായും സാധാരണഗതിയിൽ കോവിഡ് വരുമ്പോൾ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം ചേർന്നു. അതിനുശേഷം ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത് നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല, രോഗം നിയന്ത്രണ വിധേയമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇനി നിയന്ത്രണം വേണ്ടെങ്കിലും വേണ്ട രീതിയിലുള്ള പരിപാലനം വേണം, അതായത് ജാഗ്രത ഉണ്ടാകണമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഗർഭിണികളും കുട്ടികളും അടക്കമുള്ളവർ, അല്ലെങ്കിൽ രോഗ പ്രതിരോധ ശേഷി കുറവുള്ളവരൊക്കെയും മാസ്ക് നിർബന്ധമായി ധരിച്ചിരുന്നാൽ നല്ലത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ പരിശോധന വ്യാപിപ്പിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. രോഗം ബാധിച്ച് എത്തുന്ന അല്ലെങ്കിൽ രോഗം ഉണ്ടെന്ന് സംശയിക്കുന്ന ആളുകളെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട്. പിന്നീട് സംസ്ഥാനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ, സംസ്ഥാനത്ത് ഇപ്പോൾ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നു എന്ന് കണക്കെടുക്കുന്നത് തീർച്ചയായിട്ടും രാജ്യത്തിന്റെ മൊത്ത കണക്കിന്റെ വലിയൊരു ശതമാനം കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രധാന കാരണം വിലയിരുത്തുന്നത് കോവിഡ് സംസ്ഥാനത്ത് കൂടുതൽ ടെസ്റ്റുകൾ, കോവിഡുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ഏത് സംസ്ഥാനത്തെ അപേക്ഷിച്ചും കൂടുതൽ ടെസ്റ്റുകൾ കേരളത്തിൽ നടത്തുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പേരിൽ രോഗമുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ രോഗവ്യാപനമല്ല ഉണ്ടായിരിക്കുന്നത്, രോഗനിർണയത്തിൽ അത് കണ്ടെത്താൻ സാധിക്കുന്നു കൂടുതൽ പേർക്ക് രോഗമുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ പേർക്ക് രോഗമുള്ളതായി റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശം പാലിക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് വലിയ രീതിയിലുള്ള വ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്. ശരി വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. കോവിഡ് കേസുകളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുന്നു. പക്ഷേ ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്ന പഴയതുപോലെ തന്നെയുള്ള ആവർത്തനമാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും നിയന്ത്രണ വിധേയമാണ് സ്ഥിതി. പഴയതുപോലെ ഒരു മഹാമാരിയുടെ കാലം പോലെ ഉള്ള ഒരു സാഹചര്യം ഇല്ല എന്നൊക്കെ തന്നെയാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത്. പക്ഷേ ജാഗ്രത വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നിർണായകമായ യോഗം നടക്കുന്നുണ്ട്. ഏതാണ്ട് 11 മണിയോടുകൂടിയായിരിക്കും യോഗം നടക്കുക. ഇതൊക്കെ വിശദാംശങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്കൊന്ന് പോകാം. പാർലമെൻറ്റ് അതിക്രമത്തിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം തുടരും. പ്രതിഷേധം തുടർന്നാൽ എംപിമാർക്കെതിരെ നടപടിയും തുടരും. അതേസമയം രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ ഉടച്ചു വാർക്കുന്ന 3 ബില്ലുകളിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞേക്കും. ഇതിൻ്റെയൊക്കെ